ഷഅബാൻ ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് പ്രയാസമാണ്. ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന ദുആ അത് മുഖുൽ ഇബാദ, ഇബാദത്തിൽ ഞെണുവാണ്. ആ ദുആ മുത്തുനബി തങ്ങൾ പറയുന്നു ആകാശത്തിന്റെ അടിയിൽ തടയപ്പെട്ടിരിക്കുന്നു. അഥവാ അത് വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല, അഥവാ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യുസല്ല അലൈ, എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. സ്വലാത്ത് ചൊല്ലാതെ ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിലാണ്. ഫർള് നിസ്കാരമായ 5 വഖ്ത് നിസ്കാരങ്ങൾ അത് സ്വലാത്തില്ലാതെ സ്വീകരിക്കപ്പെടൂല. അതിലെ ഫർളാണ് സ്വലാത്ത്. ആ സ്വലാത്ത് വന്ന മാസം ഷഅബാൻ മാസമാണ്. അമാനുൽ ലി അഖ്ലിൽ അർളി മുദ്ഹല്ല ബൈനഹും ബിഹി യദ്ഫഉല്ലാഹുൽ അദാബ വയദ്റഊ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമാനുൽ ലി അഖ്ലിൽ അർളി, ഈ ഭൂമിയിലുള്ളവർക്കൊക്കെ ഒരു നിർഭയമാണ്. അവിടുന്നൊരു സ്ഥലത്തുണ്ടെങ്കിൽ, അവിടുന്നൊരു ഹൃദയത്തിലുണ്ടെങ്കിൽ, അവിടുന്നൊരു നാവിലുണ്ടെങ്കിൽ, അവിടുന്നൊരു കണ്ണിലുണ്ടെങ്കിൽ, അവിടുന്നൊരു സ്ഥലത്തുണ്ടെങ്കിൽ അല്ലാഹു തആല അവിടെ അദാബ് ഇറക്കുകയില്ല. മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ തങ്ങൾ എവിടെയുണ്ടോ അല്ലാഹു അവിടെ അദാബ് ഇറക്കുകയില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു സ്ഥലത്ത് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് അമ്നുണ്ട്, നിർഭയമുണ്ട്. മുത്ത് റസൂലുള്ളാഹിന്റെ പേരെഴുതിയതായ വീട് കരിഞ്ഞു പോവുകയില്ല. മുത്ത് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാവ് ശിക്ഷിക്കപ്പെടുകയില്ല. ഭൂകമ്പം നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചാൽ, ആക്രമിക്കാൻ വരുന്ന വന്യമൃഗത്തിന്റെ മുമ്പിൽ നിന്ന് നബി തങ്ങളുടെ പേര് പറഞ്ഞാൽ, കടിക്കാൻ വരുന്നതായ മൂർഖൻ പാമ്പിന്റെ മുമ്പിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ അത് ഒന്നും തന്നെ ചെയ്യുകയില്ല. കൊടുങ്കാറ്റ് ടൈമിൽ റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചാൽ കാറ്റ് നിന്നു പോകുന്നതാണ്. ഇഷ്ടം പോലെ സംഭവങ്ങൾ അയിമ്മത്ത് ഇതിനൊക്കെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ കിതാബുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് റഹ്മത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ശിക്ഷ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു തന്ന അനുഗ്രഹമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ അമലാണ് സ്വലാത്ത്. അറബിയിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന അമലിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 അമലിന് ഇസ്ലാം കൊടുത്ത പേര് സ്വലാത്ത് എന്നാണ്. ഒന്ന് നിസ്കാരം, അത് ഈ മാസത്തിൽ ഫർളായത്, ഈ രാത്രിയിൽ ഫർളായത്, അത് സ്വലാത്ത്. വരുന്ന മാസത്തിൽ അല്ലാഹു തആല ഈ ഉമ്മത്തിന് ശർആക്കിയതായ ഒന്ന്, അതിൻ്റെ പേരും സ്വലാത്ത്. ഇതൊക്കെ അല്ലാഹുവും റസൂലും തമ്മിലുള്ള ബന്ധത്തിന് നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്നു. എന്നാൽ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് അത് സ്വഹിയാകാൻ അല്ലാഹുവിന്റെ സ്വലാത്ത് വേണ്ട. അഥവാ നിസ്കരിക്കണമെന്നില്ല, നിസ്കാരത്തിലാകണമെന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ സ്വലാത്താകുന്ന നിസ്കാരം സ്വഹിയാകണമെങ്കിൽ മുത്തുനബിന്റെ സ്വലാത്ത് നിർബന്ധമാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു തആല മുത്തുനബിന്റെ ബന്ധം നമുക്ക് നൽകട്ടെ. ഈ സ്വലാത്ത് നിർബന്ധമായത് ഷഅബാൻ മാസത്തിലാണ്. അതും കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഷഅബാനു ഷഹ്റു ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസം. എന്തെല്ലാമാണ് സ്വലാത്തിന്റെ മഹത്വം, ഞാനതിനെ വിശദീകരിച്ച് കിടക്കുന്നില്ല. വിശാലമായ ലോകമാണ് സ്വലാത്ത്. 100 കിതാബൊന്നുമല്ല സ്വലാത്തിൽ രചിക്കപ്പെട്ടത്, 1000 കിതാബൊന്നുമല്ല. ഇമാമിങ്ങൾ അത് പറയാനായി എത്രയെത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു. അല്ലാഹ് ആശ്ചര്യമായ സംഭവങ്ങൾ സ്വലാത്ത് കൊണ്ട് നേടിയെടുത്തത്. ഒന്നുകൊണ്ടും നേടിയെടുക്കാത്തത് സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാം. അഫ്ളലുസ് സ്വലവാത്ത് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം നബ്ഹാനി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കഴിയാൻ പോകുന്നു, മാരകമായ രോഗങ്ങളിൽ പെട്ടുപോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇനി കൂടുതൽ ജീവിക്കുകയില്ല, പെട്ടെന്ന് മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അല്ലെങ്കിൽ പ്രായം കുറെ ആയിട്ടുണ്ട്, ഇനി കൂടുതൽ ജീവിക്കുകയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയവൻ കുറെ ഇബാദത്ത് കൊണ്ട് ജോലിയാവല് നിർത്തിയിട്ട് വലിയ പവറുള്ള ഇബാദത്ത് കൊണ്ട് അവൻ ജോലിയാകേണ്ടതാണെന്ന് പറയുന്നു അയിമ്മത്ത്. അതിൽ പറയുന്നത് കാണാം, അതിലേറ്റവും നല്ലത് സ്വലാത്താണ്.
ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാണ്. വൻകുറ്റങ്ങൾ വരെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്ത് കൊണ്ട്. എന്തെല്ലാം നഷ്ടങ്ങൾ പറ്റിയോ അത് മുഴുവനും വീണ്ടെടുക്കാൻ പറ്റിയത് സ്വലാത്താണ്. ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ജീവിതം കുറേ വേണ്ടാതെ പോയി, ഇനി അത് നികത്താനുള്ള ടൈം ഇല്ല. അങ്ങനെ മനസ്സെത്തിയ ഒരു മനുഷ്യൻ ജോലിയാകേണ്ടത് സ്വലാത്ത് കൊണ്ടാണ്. അതവനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും അവനിക്ക് തിരിച്ചു നൽകുന്നതാണ്. അഫ്ളലുസ് സ്വലാവാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നബഹാനി തങ്ങൾ അയിമ്മത്തിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. ആ വലിയ ഗൗരവമുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം മുത്തുനബിന്റെ സ്വലാത്ത്. ആ സ്വലാത്ത് ഫർളാക്കപ്പെട്ടത് അല്ലെങ്കിൽ ശർആക്കപ്പെട്ട് ഇസ്ലാമിൽ വന്നത് ശഅബാൻ മാസത്തിലാണെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം.